വെൽക്കം ടു ഫുഡ് ടാഗ്. നമ്മളെല്ലാവരും കുഴക്കട്ട ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ? പക്ഷേ നിങ്ങളുടെ കുഴക്കട്ട കല്ല് പോലെയുള്ളതാണോ? അല്ലെങ്കിൽ ഉണ്ടാക്കി ഉടനെ കഴിക്കാൻ പറ്റുമെങ്കിലും ആറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാലൊക്കെ പാറക്കല്ല് പോലെ ഇരിക്കണ കുഴക്കട്ടയാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഴക്കട്ട ഫ്രിഡ്ജിൽ വെച്ചാലും മാറിക്കഴിഞ്ഞാലൊക്കെ നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോണ പോലത്തെ കുഴക്കട്ടയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. അതുപോലെ വിനായക ചതുർത്ഥിക്ക് തീർച്ചയായിട്ടും ഈ ഒരു കുഴക്കട്ട ഉണ്ടാക്കി ഭഗവാനെ നേദിക്കാനായിട്ട് വെക്കൂ. ഈ ഒരു വീഡിയോ കണ്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്. നമ്മുടെ ഇത്രയും സോഫ്റ്റായ കുഴക്കട്ടയുടെ രഹസ്യം ഈ ഒരു അരിയാണ്. ഏതാണ് അരി എന്നറിയണ്ടേ? ജീരശാല, ജീരസമ്പ, കൈമ അരി എന്നൊക്കെ പറയില്ലേ, ബിരിയാണിയൊക്കെ വെക്കില്ലേ, ആ ഒരു അരിയാണ്. ചെറിയ ചെറിയ ആയിട്ടുള്ള അരി ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ഈ ഒരു അരിയാണ് നമ്മുടെ കുഴക്കട്ട ഇത്രയും സോഫ്റ്റാക്കി തരണത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 125 ml കപ്പിൻ്റെ മെഷർമെൻറ്റിൽ 1 കപ്പ് അരിയാണ് കേട്ടോ. ഇത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാത്രി കുതിർത്ത് വെക്കണമെങ്കിൽ അങ്ങനെയാവാം. അപ്പോൾ ഞാനിവിടെ അരി വൃത്തിയായിട്ട് 3-4 പ്രാവശ്യം കഴുകിയ ശേഷം ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചു. അതിനുശേഷം ഇതിലെ വെള്ളം എല്ലാം കംപ്ലീറ്റായിട്ട് മാറ്റിയ ശേഷം ആദ്യം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെള്ളമൊന്നുമില്ലാതെ ഡ്രൈ ആയിട്ട് അരച്ചെടുത്തു. അതിനുശേഷം 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ളതൊക്കെ അരയ്ക്കണ സമയത്ത് ആദ്യം ഡ്രൈ ആയി അരച്ച് പിന്നെ വെള്ളം തെളിച്ച് കൊടുത്തിട്ടേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. എനിക്കിവിടെ 5-6 സ്പൂൺ വേണ്ടി വന്നു കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട്. എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രയും അരച്ചെടുക്കണം. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയമൊന്നും ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഓൺ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതിന് ശേഷം 2 കപ്പ് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അതിനുശേഷം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു. ഏറ്റവും മിനിമം ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കുത്തി വേറൊരു ടെക്സ്ചറായി പോകും മാവ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ യോജിപ്പിച്ചെടുത്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതാ ചെറുതായിട്ട് കട്ട കുത്തണ പോലെ തോന്നും. പക്ഷേ ഇതൊന്നും പ്രോബ്ലം ഇല്ല കേട്ടോ, നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പോൾ നല്ല കട്ടയായിട്ട് ഇതൊരു ഡോ ആയിട്ട് ഫോം ആവും. അപ്പോൾ ഈ മാവ് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, സൈഡിലൊക്കെ മാവിൻ്റെ അംശങ്ങളുണ്ട്, അതൊക്കെ മാറി കംപ്ലീറ്റ് ആയിട്ട് പാനിൽ നിന്ന് വിട്ട് വരണ ഒരു സ്റ്റേജ് ഉണ്ടാവും. ആ ഒരു സ്റ്റേജ് വരണ വരെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇത് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് ആറാനായിട്ട് വിടണം. മാവ് കറക്റ്റായിട്ട് ആയോ എന്ന് അറിയാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതൊക്കെ ചെറിയൊരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ കയ്യിലൊന്നും ഒട്ടില്ലെങ്കിൽ നമ്മുടെ മാവ് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്കിത് ചെറുതായിട്ട് കുഴച്ചെടുക്കണം. അതിന് ശേഷം അടച്ച് വെക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ട് ആവരുത് കേട്ടോ മാവ്. ഒന്നുകിൽ നനഞ്ഞ തുണി ഈ മാവിൻ്റെ മുകളിൽ ഇടുക, അല്ലെങ്കിൽ ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് പൂർണ്ണം ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് വീണ്ടും അതേ പാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 2 കപ്പ് തേങ്ങയാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ ആദ്യം തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ച ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലെ മധുരമൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ മധുരം ഇതിൽ ചേർക്കാറുണ്ട്. എന്നാൽ മാത്രമേ കുഴക്കട്ട കഴിക്കണ സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടാറുള്ളൂ എന്ന് തോന്നാറുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ് ഇതിൽ. എള്ള് വിനായകന് പ്രിയപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഈ പൂർണ്ണത്തിൽ ഞാൻ എള്ള് ചേർക്കണത്. എള്ള് ചേർക്കാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ പൂർണ്ണത്തിനകത്ത് എള്ള് മാത്രമായിട്ട് അവർ സ്വീറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വെക്കാറുണ്ട്, പൂർണ്ണം പോലെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൂർണ്ണവും റെഡിയായി. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കൊഴക്കട്ടയാക്കി എടുക്കണമെന്നാണ് കാണാൻ പോണത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അച്ചുണ്ട് കേട്ടോ. ഇതൊക്കെ ചെന്നൈയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവിടുത്തെ അരിപ്പൊടി വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പല മോൾഡും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. വലിയ മോൾഡ് ഉണ്ട്, ചെറുതുണ്ട്, മീഡിയം ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് മീഡിയം സൈസിലുള്ള മോൾഡിലാണ്. അപ്പോൾ മോൾഡ് ഇല്ലാതെ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ കൊഴക്കട്ട കൈകൊണ്ട് ഉരുട്ടി വെക്കണ ആ പഴയ മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. മോൾഡ് ഉള്ളവരാണെങ്കിൽ മോൾഡിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒട്ടാതെ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇനി കയ്യിലും കൂടെ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇത് ഓരോ ബോൾസായിട്ട് ഇതുപോലെ എടുക്കുക. എടുത്ത ശേഷം ഈ മോൾഡിനകത്തേക്ക് കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. മോൾഡിൻ്റെ എല്ലാ വശത്തും മാവ് ചേർന്ന് ഒരുപോലെ നിൽക്കണ പോലെ വേണം പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഗ്യാപ്പൊന്നും ഇല്ലാതെ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് കട്ടിക്ക് മാവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴക്കട്ടയ്ക്ക് സ്വാദ് കാണില്ല. നേരിയ ഒരു കോട്ടിങ്ങാണ് ഞാൻ കൊടുക്കാറുള്ളത് കേട്ടോ. അതുപോലെ ചെയ്ത ശേഷം പൂർണ്ണത്തുനിന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു ഹോളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട്, എത്ര വർഷമായെന്ന് പോലും എനിക്കറിയില്ല, അത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കൊഴക്കട്ട ഉണ്ടാക്കാറ് കേട്ടോ. എനിക്കെങ്ങനെയാണ് ഈ ഒരു അരിയെ പറ്റി അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ, മുമ്പ് പൊതികൈ ചാനൽ ഉണ്ടായിരുന്നില്ലേ തമിഴിൽ, ആ ഒരു ചാനലിൽ ഒരു പ്രാവശ്യം കുക്കറിയിൽ ഈ ഒരു റെസിപ്പി കാണിച്ചിരുന്നു. അങ്ങനെയാണ് ഞാനും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ഫില്ലിങ്സ് കൊഴക്കട്ടയുടെ അകത്ത് നിറച്ച ശേഷം മുകളിൽ കുറച്ചുകൂടെ മാവ് എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വെക്കണം. അതിന് ശേഷം പതുക്കെ ഈ മോൾഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കൊഴക്കട്ട കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മെഷർമെൻറ്റിൽ എനിക്ക് 15 കൊഴക്കട്ടയാട്ടോ കിട്ടിയത്. ഇനി ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് പ്ലേറ്റ് മുകളിൽ വെച്ച ശേഷം അതുപോലെ കൊഴക്കട്ടകളെല്ലാം നിരത്തി വെക്കുക. അപ്പോൾ ഒന്നിനൊന്ന് തൊടാതെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. അതിനുശേഷം അടച്ച് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊഴക്കട്ടകളെല്ലാം സൂപ്പർ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആറിയ ശേഷം കേട്ടോ ഇപ്പോൾ ഞാൻ ഇത് എടുത്ത് കാണിക്കണത്. ഞാൻ ഈ കൊഴക്കട്ടകൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കംപ്ലീറ്റ് ആയിട്ട് ആറിയ ശേഷം കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള കൊഴക്കട്ടയാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കണു. വെണ്ണ പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോണ പോലത്തെ കൊഴക്കട്ടയാട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും വിനായക ചതുർത്ഥിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി കൊഴക്കട്ടയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ്സ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്